ഹലോ. ഇന്ന് നമ്മുടെ മോട്ടോ ഇൻഡ് കസ്റ്റംസിൽ ചെയ്തിരിക്കുന്ന ഒരു ഓഡിയോ വർക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് ബേസിക്കലി നമ്മൾ ഹോൾ വർക്ക് അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സബ് വൂഫറിന്റെ എൻക്ലോഷർ അദ്ദേഹത്തിന് കൺവീനിയൻസിന്റെ അർത്ഥത്തിൽ എവിടെയെങ്കിലും മാറ്റി വെക്കണം, മോൾഡ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹം വന്നിരുന്നത്. അപ്പം തീർച്ചയായും ഞങ്ങൾ അങ്ങനത്തെ മോൾഡിങ് ചെയ്തുള്ള വർക്കുകൾ, ഫൈബർ ഗ്ലാസ്സിലൊക്കെ ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായും ചെയ്യാമെന്ന് പറഞ്ഞു. ഈ വണ്ടിയിലെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി ഫ്രണ്ട് സ്റ്റേജ് നല്ലൊരു 2-വേ കമ്പോണൻസും പിന്നെ ഈ സബ് വൂഫറുമാണ് ഇതിൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഒരു സോണിയുടെ നോർമൽ ഒരു 4 ചാനലാണ്. കമ്പനി ഒറിജിനൽ ടച്ച് സ്ക്രീൻ അല്ലാത്ത കമ്പനി ഒറിജിനൽ സ്റ്റോക്ക് സ്റ്റീരിയോ തന്നെയാണ് ഈ വണ്ടിയിൽ ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നത്. അത് ഇത്രയും നാളും അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്ലിം 12-ഇഞ്ച് എൻക്ലോഷർ, വുഡൻ എൻക്ലോഷറിലാണ് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിക്കിയിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം കൺവീനിയൻസിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അത് ഓടി നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മാറ്റിയിട്ട് എവിടെയെങ്കിലും ഫിക്സ്ഡ് ആയിട്ട് വണ്ടിയുടെ സൈഡിൽ എവിടെയെങ്കിലും വെക്കാം എന്നുള്ളൊരു പ്ലാനാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം തീർച്ചയായും ഞങ്ങൾ അത് ചെയ്തു. അപ്പം നമ്മളിപ്പോ ഈ ചെയ്തേക്കുന്ന എൻക്ലോഷറിന്റെ ബിൽഡ് നിങ്ങളൊന്ന് കാണിക്കാം. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എൻക്ലോഷർ. ഈ ഹോൾ പോർഷൻ നമ്മൾ മോൾഡ് ചെയ്ത് ഒരു ഫൈബർ ഗ്ലാസ് എൻക്ലോഷർ ആണ് ഈ ഒരു 12-ഇഞ്ച് സബിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും സ്പേസ് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ലഗേജ് ഒക്കെ വെച്ചാൽ പോലും ലഗേജ് ഇതിൽ മുട്ടുന്ന പ്രശ്നങ്ങളോ ഇതിന് ഡാമേജ് വരുന്ന പ്രോബ്ലംസോ ഒന്നും അധികം ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രില്ലോ മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സെറ്റപ്പിൽക്കാളും കുറച്ചും കൂടെ നമുക്ക് ലിറ്ററേജ് ഒക്കെ നമ്മൾ നോക്കി നമുക്ക് ഈ ഒരു എൻക്ലോഷർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആണ്. ആംബിലേക്കുള്ള ഗെയിൻ സെറ്റിങ്സും മറ്റും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ കാലിബ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ എക്യുപ്മെന്റ്സിന് ഉണ്ടാകുന്ന സ്ട്രെയിന് അത് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും. അപ്പം ഇതാണ് ഇതിന്റെ ബേസിക് സെറ്റപ്പ്. ഇനി നിങ്ങൾ ഇതൊന്ന് കേൾപ്പിച്ച് കയറും.